ഇത് കണ്ട നിങ്ങൾ എല്ലാവരും ഞെട്ടും. എന്നിട്ട് ഈ തെണ്ടിയെ ചവിട്ടി പുറത്താക്കണം. ഇനി രേണുസുധിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഒന്ന് വേഗം പറഞ്ഞു തൊലക്ക്. കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഹോസ്റ്റായിട്ട് നിന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഫ്ലാഷ് ബാക്ക്. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ലേ? ഒരിക്കലും വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുക. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അയ്യോ മാഡം അടിച്ച് പിരിഞ്ച് മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയം പോയി. എനിക്ക് സമയമില്ല വെയിറ്റ് ചെയ്യാൻ. ഓക്കെ വിട്ടോ. എന്തൊരു ദാരിദ്ര്യമാണ്. ഹോട്ട് സീറ്റ് എന്നൊരു പ്രോഗ്രാം മൈൽ സ്റ്റോണിന് വേണ്ടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായിരിക്കുന്നു. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഈ രേണുസുധി എന്ന് പറഞ്ഞ വ്യക്തിയെ അവരെ കുറിച്ച് ആദ്യം പറയട്ടെ. അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക. ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകളിൽ, എന്റെ ന്യൂസ് ചാനലുകളിൽ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയെന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഇനി ആരും സൂത്രം കാണിച്ചാ. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സൂചിച്ചേട്ടന്റെ ഭാര്യ. എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ഇത് തന്നെയാ കുഴപ്പം. അത് തന്നെയാ കുഴപ്പം. നുണ പറയാം, സ്വന്തം മനസാക്ഷിയോടാകരുത്. രേണുസുധി ഞാൻ വർക്ക് ചെയ്യുന്ന ചാനൽ താഴെ രേണുസുധി കമന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഷാരിക എന്ന് പറഞ്ഞ് രേണുസുധി ഒരുപാട് വട്ടം കമന്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചാനൽസിന്റെ താഴെ. ഏതൊക്കെ ചാനലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം. ഞാനും രേണുസുധിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. രേണുസുധിയെ തെറി പറയാത്ത 1,00,000 പേരിൽ അല്ല, തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. കേൾക്കാൻ നല്ല രസമുണ്ട്. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത്. ചവച്ചോണ്ടിരിക്കണ ബബിൾക്ക തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുക. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയം പോയി. എനിക്ക് സമയമില്ല വെയിറ്റ് ചെയ്യാൻ. ഓക്കെ വിട്ടോ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്തായാലും രേണുസുധിയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. മനസ്സിലായി. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരിക്കാൻ വരില്ലേ? ഭരിക്കാൻ വരില്ലെന്ന് അതിൽ 7,000 പേരാണ് എന്നെ തെറി വിളിച്ചിരിക്കുന്നത്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ, ആ പൊട്ടന്മാരാണ് ഈ 7,000 പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കമന്റ്സ് എനിക്കിതിന് തെറി വന്നോട്ടെ, അപ്പോഴും രേണുസുധി അംഗീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിലും നീയൊക്കെ രേണുസുധി അംഗീകരിച്ചല്ലോ. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? ഇനി നീയൊക്കെ എന്തൊക്കെ ഒന്ന് പറ, എന്റെ ചാനൽ അടി വന്ന് എന്തൊക്കെ പറയുന്നത് ഞാനൊന്ന് കാണട്ടെ. ചുക്കും ചുണ്ടാമ്പും ഇല്ലാത്ത പെണ്ണാണ്, അഹങ്കാരം കണ്ടില്ലേ?